My dear friends, welcome to the world of English. ഈ ഒരു വീഡിയോ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെ ഇംഗ്ലീഷ് പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇത് പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവനായും ഇംഗ്ലീഷിൽ മാത്രമല്ല ഇത് ക്ലാസ് എടുക്കുന്നത്. ഇതിൽ മലയാളത്തിലുള്ള തർജ്ജമ കൂടി പറയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല അല്ലെ? കാരണം ഈ ദുരന്തകാലത്ത് എന്ത് സുഖം എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കാം. എങ്കിലും നമുക്ക് ഈ കൊറോണ കാലം അറിവ് സമ്പാദനത്തിലുള്ള ഒരു കാലമായി മാറ്റിയെടുക്കാമെന്ന് തോന്നുന്നു. കാരണം വീട്ടിലിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് മേഖലകളിലുള്ള അറിവുകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനുള്ള സാധ്യത ഈ കാലത്ത് വളരെയുണ്ടെന്ന് അറിയാമല്ലോ. ശ്രീ ഗൗതമ ബുദ്ധന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. There is no wealth like knowledge and no poverty like ignorance. അറിവിനേക്കാൾ വലുതായിട്ട് ഒരു ധനമില്ല, അതുപോലെ തന്നെ അജ്ഞതയേക്കാൾ വലുതായി ഒരു ദാരിദ്ര്യവുമില്ല. ഈ വരികൾ അർത്ഥമാക്കുന്നത് നമ്മൾ ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ അറിവ് നേടാനായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് കഥ കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കഥയിലേക്ക് നമുക്ക് പോകാം. 10ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ സ്റ്റോറി ആയിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹാവ് യു ഹേർഡ് അബൌട്ട് ബേപ്പൂർ സുൽത്താൻ? ബേപ്പൂർ സുൽത്താൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു വായനാവാര കാലത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിരിക്കാം നമ്മുടെ ബേപ്പൂർ സുൽത്താൻ അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ അഭിമാനമായ വൈക്കം മുഹമ്മദ് ബഷീർ. So he was really an Indian writer in English. He was born in 1908 and lived with us till 1994. Who is fondly remembered as Beppu Sultan, and he is a humanist, freedom fighter, novelist and short story writer hailing from Kerala. He is noted for his disarmingly down-to-earth style of writing that made him equally popular among literary critics as well as the common man. So അദ്ദേഹത്തെ വിമർശകരിലും അതുപോലെ തന്നെ സാധാരണ വായനക്കാരിലും ഒരുപാട് പ്രിയങ്കരമാക്കുന്നത് അദ്ദേഹത്തിന്റെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥാഖ്യാന ശൈലിയാണ്. പ്രധാന വർക്കുകളിലേക്കൊന്ന് കണ്ണോടിക്കാം. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, നിപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു, ജന്മദിനം ആൻഡ് അനർഘ നിമിഷം. And he was awarded the Padma Shri in 1982. അപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറിൽ വരുന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണല്ലോ പ്രൊഫൈൽ. 6 മാർക്കിനുള്ള ചോദ്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രൊഫൈൽ. അപ്പൊ നിങ്ങൾ ആദ്യമായി തയ്യാറാക്കേണ്ടത് ഒരു പ്രൊഫൈൽ ആയിരിക്കണം. ഇനി കഥ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഒരു കഥ ഞങ്ങൾ പറഞ്ഞു തരാം. ദ സ്നേക്ക് ആൻഡ് ദ mirror. Has a snake ever coiled itself round any part of your body? A full-blooded cobra? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. So it was a beautiful afternoon and Vaikom Muhammad Bashir was sitting with his friends, right? Maybe they were enjoying a tea and snacks. So അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചുറ്റും ഒരു സായാഹ്നത്ത് ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് ഒരു ചോദ്യം അവർക്കിടയിലേക്ക് വന്നത്. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ്സെൽഫ് അറൌണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? അതും എങ്ങനെയുള്ള പാമ്പ്? ഫുൾ ബ്ലഡഡ് കോബ്ര. ഫുൾ ബ്ലഡഡ് കോബ്ര മീൻസ് കംപ്ലീറ്റ്ലി പോയിസണസ് സ്നേക്ക് അല്ലെ? ഫുൾ വിഷമുള്ള പാമ്പ്. ഓൾ ഓഫ് us fell silent. ഞങ്ങൾ എല്ലാവരും നിശബ്ദരായി. കാരണം അതൊരു സിമ്പിൾ ചോദ്യമല്ലല്ലോ അല്ലെ? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതാരാണുണ്ട്? ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപത്ത്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിംഗ് സ്നേക്സ്. തീർച്ചയായും ഈ ഒരു ചോദ്യം ഹോമിയോപ്പതി ഡോക്ടർ ചോദിക്കാൻ കാരണം അവർ പാമ്പുകളെ കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു. We listened attentively. ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇരുന്നു. കാരണം ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ഡോക്ടർ ഒരു കഥ പറയാൻ പോവുകയാണ്. ടെയിൽ മീനിങ് സ്റ്റോറി അല്ലെ? വേറൊരു ടെയിലും കൂടെ ഉണ്ട്, TAIL. അതിപ്പോ നമുക്ക് മനുഷ്യർക്കില്ല, വാല്, നിങ്ങൾക്കറിയാം.
രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. അത് ഒരു വേനൽക്കാല രാത്രിയായിരുന്നു. സമയം രാത്രി 10 മണി. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു. എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് റെസ്റ്റോറൻറ്റിൽ പോകേണ്ടി വന്നത് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഐ ഹേർഡ് നോയ്സ് ഫ്രം എബോവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. അദ്ദേഹം വാതിൽ തുറന്നപ്പോൾ മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ശബ്ദം വളരെ പരിചിതമാണ്. എന്താണ് കാരണം? വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. കാരണം എല്ലാവർക്കും അറിയാം, ഞാനും എലികളും ഒന്നിച്ചാണ് റൂം ഷെയർ ചെയ്യുന്നത്. റെന്റ്, വാടക വൈക്കം മുഹമ്മദ് ഈ ഡോക്ടർ കൊടുക്കണം. അതുപോലെ എലികൾക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് താമസിക്കുകയും ചെയ്യാം. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. ഞാൻ തീപ്പെട്ടി എടുത്തു. ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. ടേബിളിൽ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. എന്തുകൊണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു? ബിക്കോസ് ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. കാരണം അന്നത്തെ കാലത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു വലിയ അപ്പാർട്ട്മെന്റ് ആണെന്നോ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ലക്ഷറിയസ് ഹോട്ടൽ ആണെന്നൊന്നും വിചാരിച്ചു കളയരുത്. ഒരു ചെറിയ വാടക വീടായിരുന്നു. ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏണിങ്സ് വർ മീഗർ. ഹോമിയോപ്പതി ഡോക്ടർ അദ്ദേഹത്തിന്റെ കരിയർ ആസ് എ ഡോക്ടർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വരുമാനം വളരെ സില്ലിയുമായിരുന്നു, നിസ്സാരമായിരുന്നു. മീഗർ എന്ന വാക്കിനർത്ഥം നിസ്സാരം. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സൂട്ട് കേസ്. എന്റെ സൂട്ട് കേസിലാണെങ്കിലോ ആകെ 60 രൂപ. പക്ഷെ അന്നത്തെ 60 രൂപ ഇറ്റ്സ് ഈക്വൽ ടു 6,000 rupees നൗ. ഇന്നത്തെ ഒരു 6,000 രൂപയ്ക്ക് തുല്യമാണ്. Along with some shirts and dhotis, I also possessed one solitary black coat which I was then wearing. അപ്പൊ എന്റെ കൂടെ ആകെ ഉണ്ടായിരുന്നത് one solitary black coat. ബ്ലാക്ക് കോട്ട്, സോളിറ്ററി മീനിങ് ഓൺലി വൺ അല്ലെ. വില്യം വേർഡ്സ്വർത്ത് എന്ന പ്രശസ്തനായിട്ടുള്ള ഇംഗ്ലീഷ് പോയറ്റ്, അദ്ദേഹം സോളിറ്ററി റീപ്പർ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കണം കേട്ടോ. സോ സോളിറ്ററി മീൻസ് ഒറ്റയൊന്ന്, ഒരു ബ്ലാക്ക് കോട്ട്, അതേപോലെ കുറച്ച് ഷേർട്സ് ആൻഡ് ധോത്തീസ്. ധോത്തീസ് എന്താണ്? മുണ്ടുകൾ അല്ലെ, MCR മുണ്ടുകൾ അല്ലെ. സോ ബ്ലാക്ക് കോട്ട്, ഇന്നത്തെ ഡോക്ടേഴ്സ് എല്ലാവരും വൈറ്റ് കോട്ടാണ്, അതിന് പകരം അന്നത്തെ കാലത്ത് ബ്ലാക്ക് കോട്ടാണ് എല്ലാവരും ധരിച്ചിരുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. അടുത്ത പേജിലേക്ക് പോകാം. I took off my black coat, white shirt and not so white vest and hung them up. അപ്പൊ റൂമിലെത്തി. ഓക്കെ, ഡ്രസ്സുകളെല്ലാം മാറ്റണം അല്ലെ. ഐ ടുക്ക് ഓഫ് എന്ന വാക്ക് ശരിക്കും ഫ്രേസൽ വെർബാണ്. ടേക്ക് ഓഫിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. എടുത്തു മാറ്റുക എന്നാണ് അർത്ഥം. ഞാൻ എന്റെ ബ്ലാക്ക് കോട്ട് എടുത്തു മാറ്റി. വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. അത്രയൊന്നും വെളുപ്പില്ലാത്ത, അലക്കി ഒരു മങ്ങിയ കളറായി മാറിയ എന്റെ ബനിയൻ, ഷർട്ട്, ഇതെല്ലാം ഞാൻ അയലിൽ തൂക്കിയിട്ടു. നിങ്ങൾക്ക് കാണാം ആ പിക്ചറിൽ. ഐ ഓപ്പൺ ദ 2 windows ഇൻ ദ റൂം. റൂമിൽ ആകെ ഉണ്ടായിരുന്ന 2 ജനാലയും ഞാൻ തുറന്നിട്ടു. ഇറ്റ് വാസ് an outer room with one wall facing the open yard. അപ്പോൾ ഈ ഡോക്ടർ താമസിച്ചിരുന്ന വീട് മുറ്റത്തേക്ക് ഫേസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ആൻഡ് ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. അതിന് ടൈൽഡ് റൂഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടൈൽഡ് റൂഫ് എന്ന് വെച്ചാൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഓടിട്ട മേൽക്കൂരയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗ്യാബേഴ്സ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. മാത്രമല്ല അതിന്റെ ഒരു മുഖപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ത്രികോണാകൃതിയിലുള്ള ഒരു മുഖപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ അർത്ഥം വരുന്ന വാക്കാണ് ഗ്യാബേഴ്സ്. ദർ വാസ് നോ സീലിംഗ്. ഓടിന് താഴെ പിന്നീട് നിലമാണ്. അപ്പോൾ ഫാൾസ് സീലിംഗോ ഇന്നത്തെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സീലിംഗ്സ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. മാത്രമല്ല ആ ബീമിലൂടെ ഏത് സമയവും നമ്മുടെ NH വാഹനങ്ങൾ ഓടുന്നത് പോലെ നിരന്തരം എലികളുടെ ട്രാഫിക്കും ഉണ്ടായിരുന്നു. ആൻഡ് ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദി വാൾ. ഞാൻ ബെഡൊക്കെ റെഡിയാക്കി. രാത്രിയാണ്, കിടക്കാറായി അല്ലെ. അതിനെ ചുമരിനടുത്തേക്ക് വലിച്ചിട്ടു. ഐ ലേ ഡൗൺ ബട്ട് കുഡ്ന്റ് സ്ലീപ്പ്. ഉറങ്ങാൻ കിടന്നു. ഐ ലേ ഡൗൺ ബട്ട് കുഡ്ന്റ് സ്ലീപ്പ്. ഉറങ്ങാൻ പറ്റിയില്ല. ബിക്കോസ് ഐ ഗോട്ട് അപ്പ് ആൻഡ് വെന്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. ഉറക്കം തീരെ വരാതിരുന്നപ്പോഴെന്ത് ചെയ്തു? തീർച്ചയായും അദ്ദേഹം വീണ്ടും എഴുന്നേറ്റു. ശരി, ഇത്തിരി കാറ്റ് കൊണ്ടുകളയാമെന്ന് പറഞ്ഞിട്ട് വരാന്തയിലേക്ക് പോയി. ആൻഡ് ബട്ട് ദ വിൻഡ് ഗോഡ് seemed to have taken time off. പക്ഷെ ആ ഒരു സമയം വായുദേവൻ പോലും ലീവ് എടുത്തിരിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. കാരണം
പുറത്തും യാതൊരുവിധ കാറ്റോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഇലയനക്കം പോലും ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും നിങ്ങൾക്ക് എസ്സേ എഴുതുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലെ ഹ്യൂമറസ് ആസ്പെക്ട്സിനെ കുറിച്ച് എഴുതാൻ ചോദ്യം വരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ നന്നാകും. ഒരിക്കൽ കൂടി വായിക്കാം. I got up and went out to the veranda for a little air, but the wind god seemed to have taken time off. Then I went back into the room and sat down on the chair. യാതൊരു നിവൃത്തിയില്ല. അന്നത്തെ കാലത്ത് ഫാനില്ല, കറണ്ട് പോലും ഇല്ലാത്ത വീടാണ് അല്ലെ. അതുകൊണ്ട് ഞാൻ വീണ്ടും സ്വന്തം മുറിയിലേക്ക് തിരിച്ചുപോയി. ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. എന്റെ റൂമിലെ ചെയറിൽ പോയിരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ ശരി അല്പം വായിച്ചു കളയാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അദ്ദേഹം താഴെയുള്ള ടേബിളിനടിയിലുള്ള ഒരു പുസ്തകം എടുക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദ മെറ്റീരിയ മെഡിക്ക. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം അത് എന്താ പറയാ അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായിട്ട്, അതായത് അദ്ദേഹത്തിന്റെ വൈദ്യ ലോകവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണെന്നറിയാൽ. മെറ്റീരിയ മെഡിക്ക. ഐ ഓപ്പൺ ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് stood the lamp and a large mirror. A small comb lay beside the mirror. അവിടെയാണ് പ്രശ്നം. എന്തൊക്കെയാണ് ടേബിളിന്റെ മുകളിൽ എന്ന് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓൺ വിച്ച് stood the lamp and a large mirror. ഒരു വിളക്കുണ്ടായിരുന്നു, ഒരു വലിയ കണ്ണാടി ഉണ്ടായിരുന്നു. എ സ്മോൾ curtain. അത്രയൊന്നും വലുതല്ലാത്ത ചെറിയൊരു ചീർപ്പുണ്ടായിരുന്നു. ലേ ബിസൈഡ് ദ മിറർ. ഇതെല്ലാം കണ്ണാടിയുടെ മുന്നിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ നിങ്ങൾ പുസ്തകമെടുത്ത് വായിക്കാനിരുന്നാൽ എന്ത് സംഭവിക്കും? അത്രമാത്രമേ ഇവിടെയും സംഭവിച്ചുള്ളൂ. അടുത്ത പാരഗ്രാഫ് നോക്കൂ. പാരഗ്രാഫ് നമ്പർ 6. One feels tempted to look into a mirror when it is near. തീർച്ചയായിട്ടും അല്ലെ, തൊട്ടു മുന്നിൽ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നോക്കിപ്പോവും. I took a look. In those days I was a great admirer of beauty. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളും ഒരു ടീനേജ് പ്രായക്കാരാണ് അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ പല പ്രാവശ്യം കണ്ണാടി നോക്കും. നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മൾ തന്നെ വളരെ ആകൃഷ്ടരായിരിക്കും. വേണം, അതൊക്കെ അല്പമാകാം, പക്ഷെ അധികം ആകാൻ പാടില്ല, അത്രയേ ഉള്ളൂ. സോ ഐ ടുക്ക് എ ലുക്ക്. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. അന്നത്തെ കാലത്ത് ഞാൻ യുവത്വമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടുള്ള സൗന്ദര്യ ആരാധകൻ കൂടിയായിരുന്നു. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അന്നത്തെ എന്റെ പ്രധാന ചിന്തകളിൽ ഒന്ന് എന്നെ എങ്ങനെ സുന്ദരനാക്കാം എന്നുള്ളതായിരുന്നു. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടറാണ് കേട്ടോ പറയുന്നത്. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. അതൊക്കെയാണ് കാരണം. ഞാൻ സിംഗിൾ ആണ്, അതുപോലെ തന്നെ ഒരു ഡോക്ടറുമാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അതായിരുന്നു എന്റെ ചിന്തകളിൽ ഒന്ന്. കാരണം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് ഒന്ന് ബോധ്യപ്പെടണം. എന്റെ സൗന്ദര്യം കണ്ട് അവർ എന്നെ ഒന്ന് നോക്കണം അല്ലെ. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. So I took up the comb. ഞാൻ ചീർപ്പെടുക്കുന്നു, ജസ്റ്റ് മുടി ഒന്ന് ചീവി വെക്കുന്നു. പണ്ടത്തെ സ്റ്റൈലുകൾ ഒന്ന് ഓർത്ത് നോക്കുക. ഒരു 1890 കാലഘട്ടത്തിലെ അല്ലെ, മുടി ഇങ്ങനെ എന്താ പറയാ ഒരു വരയിട്ട് രണ്ട് ഭാഗത്തേക്കായിട്ട് കോംബ് ചെയ്ത് വെക്കുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ there will be a parting. അവിടെ ഒരു പാർട്ടിങ് ഉണ്ടാകും. സോ അത് മുടി വൃത്തിയായും സ്ട്രെയിറ്റ് ആയും നിൽക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടിങ്ങിന്റെ രണ്ട് ഭാഗവുമായിട്ട് അദ്ദേഹം ചീകി വെച്ചു. Again I heard that sound from above. നേരത്തെ കൊണ്ടൊരു ശബ്ദത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. വീണ്ടും ആ ശബ്ദം കേട്ടു. എന്തിന്റെ ശബ്ദമാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്? Yes, it was the sound of rat. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache, look more beautiful and more handsome. So I took a close look at my face. ഞാൻ ഒന്നുകൂടെ മുഖം നോക്കി. In the mirror, കണ്ണാടിയിൽ. I made an important decision. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ചില പ്രധാന തീരുമാനങ്ങളിൽ ഞാൻ എത്തിച്ചേർന്നു. എന്താണത്? I would shave daily. Yes, എല്ലാ ദിവസവും ഷേവ് ചെയ്യണം, എന്നാലേ മുഖം നന്നായിട്ട് എന്താ പറയാ കണ്ണാടി പോലെ ഇരിക്കൂ അല്ലെ. And grow a thin mustache. mustache എന്ന് വെച്ചാൽ മീശ അല്ലെ, ഒരു എലിവാലൻ മീശ വെക്കണം. ഇതും അന്നത്തെ ട്രെൻഡാണ്. ടു ലുക്ക് മോർ ഹാൻസം. ഇതെല്ലാം ഈ ഇങ്ങനെയുള്ള ഫാഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കുറച്ചുകൂടെ സുന്ദരനായി കാണാൻ സഹായിക്കും. ഹാൻസം എന്ന വാക്കിനർത്ഥം സൗന്ദര്യം എന്നാണ്. അത് സ്ത്രീകളാണെങ്കിൽ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയും അല്ലെ. പുരുഷന്മാരും ബോയ്സ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഹാൻസം എന്ന് പറയും. I was after all a bachelor and a doctor. Of course, I am a bachelor and more than that a doctor. അല്ലെ, ഞാനൊരു ബാച്ചിലർ ആണ്, സിംഗിൾ ആണ്, അതുപോലെ ഡോക്ടറുമാണ്. I looked into the mirror and smiled. ഈ പ്രാവശ്യം കണ്ണാടി നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹം പുഞ്ചിരിച്ചു. തെറ്റൊന്നുമില്ലല്ലോ അല്ലെ.
ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. വാ, ചിരിച്ചു കണ്ടപ്പം എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി എന്റെ ചിരിയോടുകൂടെ. വൗ, എ വണ്ടർഫുൾ സ്മൈൽ അല്ലെ. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. അപ്പോഴാണ് എനിക്ക് അതിനേക്കാൾ എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ തോന്നിയത്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഞാനിപ്പോൾ അതിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. എർത്ത് ഷേക്കിംഗ് എന്ന വിശേഷണമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്കറിയാം ആ തീരുമാനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അല്ലെ. എർത്ത് ഷേക്കിംഗ് മീനിങ് ഭൂമി കുലുങ്ങത്തക്ക വിധം. I would always keep that attractive smile on my face. ഞാൻ എപ്പോഴും ഇപ്പൊ ചിരിച്ച ആ ചിരി ഉണ്ടല്ലോ, അത് ഞാൻ എപ്പോഴും എന്റെ മുഖത്ത് നിലനിർത്തും. To look more handsome. അത് എന്റെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കും. I was after all a bachelor and a doctor too on top of it. കാരണം ഞാനൊരു ബാച്ചിലറാണ്, മാത്രമല്ല ഒരു ഡോക്ടറും കൂടിയാണ്. Again came that noise from the above. ഇപ്പോഴും ആ ശബ്ദം വീണ്ടും കേട്ടു. ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രാവശ്യമായി അല്ലേ. I got up, lit a BD and paced up and down the room. ഇപ്പോഴ് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം ആ ശബ്ദം കേൾക്കാത്തതായി ഭാവിക്കുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിൽ എവിടെയോ ആ ശബ്ദം ചെറുതായി അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് അദ്ദേഹം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നു, ഒരു ബീഡി കത്തിക്കുന്നു. then paced up and down the room. പിന്നീട് മുറിയിലൂടെ മുകളിലേക്കും താഴേക്കും അല്ലെങ്കിൽ ഉലാത്തുന്നു. then another lovely thought struck me. അപ്പോഴാണ് മറ്റൊരു ചിന്ത മനസ്സിലേക്ക് വന്നത്. I would marry. Yes, of course. അല്ലെ, he should marry. And I would get married to a woman doctor who had plenty of money and a good medical practice. എങ്ങനെയുള്ള ആളെയാണ് മാരി ചെയ്യുന്നത്? കാരണം അവര് ഒരു ലേഡി ഡോക്ടർ ആയിരിക്കണം, അതോടൊപ്പം പ്ലെന്റി ഓഫ് മണി, ധാരാളം പണം ഉണ്ടാകണം, നല്ല മെഡിക്കൽ എക്സ്പീരിയൻസും ഉണ്ടാകണം. നോക്കണം എത്രത്തോളം കൗശലക്കാരനാണ് എന്നല്ലേ. ഡോക്ടറായാൽ മാത്രം പോരാ. കാരണം നിങ്ങൾക്കറിയാം, ഒരു പുതിയ ഡോക്ടർ നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഒരുപാട് രോഗികളെ അദ്ദേഹം നോക്കി അദ്ദേഹം എന്താണ് പറയാ നല്ല കൈപുണ്യമുള്ള ഒരു ഡോക്ടറാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിച്ചാൽ മാത്രമേ വീണ്ടും വീണ്ടും രോഗികൾ അദ്ദേഹത്തെ തേടിയെത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം. ഒരുപാട് ധനം വേണം, അതോടൊപ്പം നല്ല മെഡിക്കൽ പ്രാക്ടീസും വേണം. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കൂ. ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. മൈ ഗോഡ്, എപ്പോഴാരും ഇങ്ങനെ പറയാറില്ല അല്ലെ. എല്ലാവരും സീറോസ് ആയിരിക്കണം എന്നാണ് ആഗ്രഹിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഈ ഡോക്ടർ ചിന്തിക്കുന്നത് നോക്കുക. ഷീ ഹാഡ് ടു ബി ഫാറ്റ്, നല്ല തടി ഉണ്ടായിരിക്കണം ലേഡി ഡോക്ടർക്ക്. ഫോർ എ വാലിഡ് റീസൺ, കാരണം അതിനൊരു കാരണം കൂടിയുണ്ട്. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. ഞാൻ ഏതെങ്കിലും തരത്തിൽ ചെറിയ അബദ്ധങ്ങൾ ചെയ്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നാൽ ഒരു കാരണവശാലും എന്റെ ഭാര്യയ്ക്ക് എന്റെ പിന്നാലെ ഓടി എന്നെ പിടികൂടാൻ ഇടയാക്കരുത്. അതുകൊണ്ട് അവർ ഫാറ്റ് ആയിരിക്കണം, ലേഡി ഡോക്ടർ ആയിരിക്കണം, പ്ലെന്റി ഓഫ് മണി ഉണ്ടായിരിക്കണം, നല്ല മെഡിക്കൽ പ്രാക്ടീസ് വേണം. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അപ്പൊ ഈ വിധ ചിന്തകളോടുകൂടെ ഇപ്പം മെറ്റീരിയൽ മെഡിക്കയുടെ കാര്യവും അതുപോലെ തന്നെ പഠനവും ഒക്കെ കാറ്റിൽ പറന്നുപോയി കേട്ടോ. ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ടേബിളിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ ചെയറിൽ തന്നെ ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയായിരുന്നു. There were no more sounds from above. ഓക്കെ, ഇപ്പൊ എന്തായാലും മുകളിൽ നിന്ന് ശബ്ദമൊന്നും ഡിസ്റ്റർബൻസ് ആകുന്ന വിധത്തിൽ കേൾക്കാനില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്നാണ് അദ്ദേഹം ഒരു ശബ്ദം കേട്ടത്. ഏതുതരം ശബ്ദം? എ ഡൾ തട്ട് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട്. ഒരു അല്പം കനമുള്ള ഒരു റബ്ബർ ട്യൂബ് ഒക്കെ താഴെ ഗ്രൗണ്ടിലേക്ക് വീണാൽ ഉണ്ടാകുന്ന പോലത്തെ ഒരു ശബ്ദം. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. ഇവിടെ ഇപ്പൊ എവിടുന്ന് വരാൻ റബ്ബർ ട്യൂബോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളോ അല്ലെ, പേടിക്കാനൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നു. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൌണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. അങ്ങനെ ചിന്തിച്ചെങ്കിലും ഞാൻ പെട്ടെന്ന് അറിയാതെ അല്ലെ, ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ ഞാൻ അറിയാതെ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. അങ്ങനെ ഒരു ശബ്ദം കേട്ടതും എന്തോ താഴെ വീണ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തതും അദ്ദേഹം തിരിഞ്ഞതും എല്ലാം കൂടെ ഒരു നിമിഷം കഴിഞ്ഞു. അപ്പോഴ് എന്തോ ഒന്ന്, എ ഫാറ്റ് സ്നേക്ക്, ഒരു വലിയ പാമ്പ് അല്ലെ,
അത് നേരെ മേൽക്കൂരയിൽ നിന്ന് അദ്ദേഹം ഇരുന്നിരുന്ന ചെയറിലേക്ക് വീഴുകയും നേരെ ആ പാമ്പ് അദ്ദേഹത്തിന്റെ ഷോൾഡറിലേക്ക് വന്ന് പതിക്കുകയും ചെയ്തു. The snakes landing on me and my turning were simultaneous. പാമ്പ് എന്റെ ശരീരത്തിലേക്ക് വന്നു വീണതും ഞാൻ തിരിഞ്ഞു നോക്കിയതുമെല്ലാം ഒരേ സമയത്തിലായിരുന്നു. സോ സൈമൾട്ടേനിയസ് മീനിങ് രണ്ട് കാര്യങ്ങൾ, രണ്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്ത രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നതിനെയാണ് നമ്മൾ സൈമൾട്ടേനിയസ് എന്ന് പറയുക. പിന്നീട് എന്ത് സംഭവിച്ചു എന്നല്ലേ, അതിന് നമുക്ക് രണ്ടാം ഭാഗം ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ബൈ ബൈ.